എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബസൂക്കയുടെ റിലീസിന് ഇനി വെറും 8 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനു മുമ്പ് റിലീസായ മലയാളത്തിലെ ഏറ്റവും ബിഗ് ബജറ്റ് ചിത്രമായ എമ്പുരാന്റെ ബഡ്ജറ്റ് എത്രയാണ്? ആ ഒരു സിനിമ തിയേറ്ററുകളിൽ വിജയിക്കണമെങ്കിൽ എത്ര കോടി നേടണം? അതുപോലെ തന്നെ മമ്മൂക്കയുടെ ബസൂക്ക വിജയിക്കണമെങ്കിൽ എത്ര നേടണം? ആ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണ്? ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 36,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ 10-നാണല്ലോ മമ്മൂക്കയുടെ ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂക്ക തിയേറ്ററുകളിൽ എത്തുന്നത്. അതിനു മുമ്പ് പ്രേക്ഷകർക്കിടയിലെത്തിയ വൻപൻ ചിത്രമാണ് ലാലേട്ടൻ നായകനായെത്തിയ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ. ചിത്രത്തിന്റെ ബഡ്ജറ്റായി കണക്കാക്കപ്പെടുന്നത് 150 കോടിക്ക് മുകളിൽ ഒരു ബഡ്ജറ്റാണ് ചിത്രത്തിന് വേണ്ടി കണക്കാക്കേണ്ടത്. കാരണം അത്രയ്ക്ക് ഹൈ ലെവലിലും ക്വാളിറ്റിയിലുമാണ് ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. അതേസമയം മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമയുടെ ഒഫീഷ്യൽ ബഡ്ജറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശവും ഈ ഒരു ചിത്രവും ബിഗ് ബജറ്റ് ചിത്രമാണ്. മലയാള സിനിമയെ സംബന്ധിച്ച് 30 കോടി ബഡ്ജറ്റിലെത്തുന്ന ചിത്രമായിട്ടാണെങ്കിലും അതൊരു ബിഗ് ബജറ്റ് ചിത്രമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മാർച്ച് 27 റിലീസ് ചെയ്യപ്പെട്ട മലയാളത്തിന്റെ എമ്പുരാന് മികച്ചൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും സമ്മിശ്ര അഭിപ്രായങ്ങളിലൂടെയും രാഷ്ട്രീയപരമായ ഫ്രീ ഇന്ത്യൻ പ്രൊമോഷനും ചിത്രത്തിന് ലഭിച്ചപ്പോൾ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് തന്നെ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 200 കോടി രൂപയാണ് തിയേറ്റർ കളക്ഷനിലൂടെ സ്വന്തമാക്കിയത്. ഇന്നലെ മാത്രം എമ്പുരാൻ സിനിമയുടെ 6-ാം ദിവസം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 1,78,000 പരം ടിക്കറ്റുകളാണ്. എന്നാൽ ചിത്രത്തിന്റെ 7-ാം ദിവസമായ ഇന്ന് കടന്നുപോയ 6 ദിവസങ്ങളെക്കാൾ വളരെ കുറച്ച് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ സിനിമ ഉച്ചയോടെ മികച്ചൊരു ബുക്കിംഗിലേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് എമ്പുരാൻ സിനിമ തിയേറ്ററുകളിൽ വിജയിക്കണമെങ്കിൽ ഏകദേശം 360 കോടിക്ക് മുകളിൽ ഏകദേശം 380-400 കോടി റേഞ്ചിൽ തിയേറ്റർ കളക്ഷൻ നേടണം. ഇനി വരുന്ന ദിവസങ്ങളെ സംബന്ധിച്ച് എമ്പുരാൻ സിനിമക്ക് നിർണായകമാണ്. സിനിമയെ സംബന്ധിച്ച് ഈ വരുന്ന വെള്ളിയും ശനിയും ഞായറും ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ കേരള ബോക്സ് ഓഫീസിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നും നേടാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ചിത്രത്തിന്റെ പോക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഈ ഒരു ചിത്രം തിയേറ്ററിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കൂ. എങ്കിലും ചിത്രം ഒരു ബിസിനസ് പരമായി വിജയം തന്നെയായിരിക്കും. കാരണം അത്രയ്ക്ക് മികച്ച ബിസിനസ് ഡീൽ തന്നെയാണ് ചിത്രത്തിന് വേണ്ടി നടന്നിരിക്കുന്നത്. ഇനി മമ്മൂക്കയുടെ ബസൂക്കയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം 30 കോടി രൂപയാണ്. ആ ഒരു ചിത്രം തിയേറ്ററുകളിൽ വിജയിക്കണമെങ്കിൽ ഏകദേശം 60 കോടി റേഞ്ചിൽ അല്ലെങ്കിൽ 60 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടണം തിയേറ്ററിലൂടെ മാത്രം. ലാലേട്ടന്റെ അടുത്ത തിയേറ്റർ റിലീസ് ചിത്രമായ തുടരുമെന്ന തരുൺമൂർത്തി സിനിമയുടെ ബഡ്ജറ്റും ഏകദേശം 30 കോടി റേഞ്ചിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിത്രവും തിയേറ്ററുകളിൽ വിജയിക്കണമെങ്കിൽ 60 കോടിക്ക് മുകളിൽ തിയേറ്റർ കളക്ഷൻ നേടണം. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ എമ്പുരാൻ സിനിമയും ബസൂക്കയും തുടരും എന്നീ സിനിമകൾ തിയേറ്ററിൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.